ഒരു ഹായ് പറ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ വട്ടവട എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് അവരെ കൃഷിത്തോട്ടവും കാര്യങ്ങളൊക്കെ കാണാൻ പോകുന്നത്. സ്ട്രോബെറി ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ചെറിയ സീസണൊക്കെ ഉണ്ട് അവരെ. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവുകയാണ്. പോണ കഴിക്കാണ്ട് തോടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവരെ കൃഷിയൊക്കെ ഒന്ന് കാണാം. കുറേ നടക്കാറുണ്ട് കേട്ടോ. ഇത് ഏതോ കാട്ടിൻ്റെ ഇടയിൽ പോകണമെന്നാണ് തോന്നുന്നത്. ഇതൊക്കെയാണ് വഴികൾ. നല്ല കൃഷിത്തോട്ടത്തിൽ വിളിച്ചോണ്ട് പോവുകയാണ്. ഫ്രണ്ടേ പോകണം എൻ്റെ കൃഷിത്തോട്ടം. ഇതാണ് ഇവൻ്റെ കൃഷിത്തോട്ടം. അന്ന് കയറുമ്പോൾ ഇവിടെ കുറച്ച് പയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒന്നുമില്ല, കൃഷി ചെയ്യാൻ വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. 2-3 സൂര്യകാന്തി ഉണ്ട്. സ്ട്രോബെറി ഇല്ലേ? സ്ട്രോബെറി സീസൺ ആയില്ലല്ലേ? ഡിസംബറിൽ ഇപ്പോൾ ഓഫ് സീസണാണ്. ഡിസംബറൊക്കെ ആകുമ്പോൾ സീസണാവും. ഒന്നും ആയിട്ടില്ല. ഇവിടുത്തെ സ്ട്രോബെറി തോട്ടം കണ്ടിട്ട് വേറൊരു സ്ട്രോബെറി തോട്ടം കാണിക്കാമെന്ന് ഒരു പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങോട്ട് നടന്നു പോയപ്പം കുറച്ച് പയ്യന്മാർ അവിടെ നിന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ കൂടെയുള്ള പയ്യന്മാർക്ക് എനിക്കും ഫുട്ബോൾ കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. കുറേ നാളായി കളിച്ചിട്ട്. അങ്ങനെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി അവന്മാരുടെ അടുത്തോട്ട് ചെന്നപ്പോൾ അവന്മാർ പറഞ്ഞു കളിച്ചോ, നമ്മളെ കളിക്കാമെന്നൊക്കെ അവന്മാർ പറഞ്ഞ്. നല്ല പയ്യന്മാരായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് പയ്യന്മാരെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇവന്മാരെ പേര് ചോദിച്ച്, ഇവന്മാരെ എന്ത് പഠിക്കണമെന്ന് ചോദിച്ച്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മൈക്ക് ഓഫായിരുന്നു. അത് ഞാൻ വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ മൈക്ക് ഓഫായിരുന്നു. അതുകൊണ്ട് ഇമാരെ എനിക്ക് സൗണ്ടൊന്നും എനിക്ക് കിട്ടിയില്ല. നിങ്ങൾ ഈ വീഡിയോ ആണെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കണം മക്കളെ. അറിയാണ്ട് മൈക്ക് ഓണാന്നുള്ള കാര്യത്തിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് പേഴ്സണലി പയ്യന്മാർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല പയ്യന്മാരായിരുന്നു. എൻ്റെ ചാനലിൻ്റെ പേര് ചോദിച്ച്, എൻ്റെ പേര് ചോദിച്ച്, നമ്മളെ കൂടെ വന്നവരെല്ലാവരും നല്ല നല്ല കമ്പനിയായിട്ട് ഒരുപാട് നാളുകൊണ്ട് അറിയാവുന്ന പോലെയാണ് അവന്മാർ സംസാരിച്ചത്. എനിക്ക് പേഴ്സണലി പയ്യന്മാർ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയെന്ന് വെച്ചാൽ മൈക്ക് ഓഫായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇവന്മാരെ പേര് ഇതൊന്നും പറയണം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാണ്ടായിപ്പോയി. വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ക്ഷമിക്കണം മക്കളെ. അറിയാണ്ട് ഞാൻ മൈക്ക് ഓണാണെന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചു പോയത്. അപ്പോൾ ബാക്കി കാഴ്ച നിങ്ങളോടൊന്ന് കണ്ടിട്ട് പോവാം. എനിക്ക് പയ്യന്മാരെന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ കാണുന്നവൻ നമ്മുടെ കൂടെ വന്നതാണ്. അല്ലാതെ അവിടെയുള്ള പയ്യന്മാരല്ല കേട്ടോ, എൻ്റെ കൂടെ വന്നവനാണ്. അവനായിരുന്നു ഇതിൽ കൂടുതൽ നേരം അവന്മാരോട് ഫുട്ബോൾ കളിച്ചത്. അവൻ എല്ലാം മറന്ന് കുറേ നേരം അവന്മാരോട് അങ്ങ് കളിച്ച് ഓടി നടന്ന് കളിക്കുകയായിരുന്നു. പിന്നെ വണ്ടിയിൽ കയറിയിട്ടാണ് പറഞ്ഞത് ഒരുപാട് തളർന്നുപോയി, കുറേ നാൾക്ക് ശേഷം കളിച്ചാണ്, ഒരുപാട് തളർന്നുപോയി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവന്മാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ചാനലിൻ്റെ പേരൊക്കെ ചോദിച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിച്ച്, എനിക്ക് വിശ്വാസമാണ് നിങ്ങളെ വീഡിയോ ഉള്ളവരും കൂടെ ഒന്ന് കാണാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞപ്പം അവൻ്റെ അടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് എനിക്കടുത്ത് കാണിച്ചു തന്നു. ആ കാഴ്ചയാണിത്. അവൻ്റെ കൂടെയുള്ള കൂട്ടുകാരന്മാരാണിത്. അവന്മാരെല്ലാം ഒന്ന് നോക്കിക്കൊണ്ടിരുന്നു. സബ്സ്ക്രൈബ് ചെയ്തവൻ കാണിക്കണതാണിത്. അവൻ സബ്സ്ക്രൈബ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവന്മാരടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാനലൊക്കെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവന്മാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവന്മാരെല്ലാം വീട്ടിൽ പോയിട്ട് ഇപ്പോൾ ആരെങ്കിലും മൊബൈലിൽ ഇവൻ മാത്രമേ എനിക്ക് കാണിച്ചുള്ളൂ. മൊബൈലിൽ ഇവൻ്റെ മാത്രമേ ഉള്ളായിരുന്നു. ഇവൻ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പറഞ്ഞ ചാനലിൽ കാണിച്ചു തന്നാൽ. അപ്പം അവൻ കാണിച്ചു തന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. പയ്യന്മാരൊക്കെ നൈസാണ്, അടിപൊളിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതും കഴിഞ്ഞിട്ട് അവന്മാരുടെ യാത്രയും പറഞ്ഞിട്ട് അടുത്ത സ്ട്രോബെറി തോട്ടം കാണാൻ പോവുകയാണ്. ഓക്കെ, ബൈഡാ മക്കളെ.
ഹലോ ഗൈസ്, അത് കഴിഞ്ഞിട്ട് ഇവിടെ കയറിയപ്പം കുറച്ച് ജമന്തിപ്പൂവൊക്കെ കണ്ട്. ഇത് ജമന്തിപ്പൂ മാത്രമല്ല, വേറെ കുറച്ച് പൂവുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഞാൻ എന്താ കുറച്ച് എനിക്ക് ഇതിൻ്റെ ഒന്നും പേര് കറക്റ്റായിട്ട് എനിക്ക് അറിയാൻ വയ്യ. എന്താ ഇവിടെയുണ്ട് ഗൈസ്, ഇവിടെയും കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇവിടെ മാത്രമല്ല, ഇവിടെ അറ്റം വരെ ഉണ്ട്. ഈ കിടക്കണതെല്ലാം സ്ട്രോബെറി, അത് കഴിഞ്ഞിട്ടുള്ളതെല്ലാം ബാക്കിയെല്ലാം പൂക്കളാണ്. ഇതിൻ്റെ കറക്റ്റ് പേരെന്ന് എനിക്കറിയാൻ വയ്യ. അപ്പുറത്താ ആ ഇതുവഴിയല്ലേ പോണോ? ഒന്ന് പിടിച്ചാളിയാ അമ്മച്ചി. സ്ട്രോബെറി അവിടെ ഉണ്ടെന്നാണ് ചേച്ചി പറയണത്. സ്ട്രോബെറി നമുക്ക് എന്തായാലും ഒന്ന് കാണാം. ഇതൊക്കെ എന്താ റോസയാണെന്ന് തോന്നുന്നു. വെട്ടി ബട്ടിയൊക്കെ നിർത്തിക്കാനാണെന്ന് തോന്നാം. പൂവും ഇതൊന്നും ആയില്ല, തുടങ്ങിയതേ ഉള്ളു. ആ ഇവിടെ ഏകദേശം കാച്ചു തുടങ്ങിയിട്ടുണ്ട് സ്ട്രോബെറിയൊക്കെ. ഇതാ ഇതിലൊക്കെ പൂവൊക്കെ വന്ന് തുടങ്ങി. അതിലൊക്കെ ചെറിയ 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 സ്ട്രോബെറിയൊക്കെ വന്ന് തുടങ്ങി. ആ ഇവിടെ ഏകദേശം വലുതാണ് ഗൈസ്. ഇതിലൊക്കെ ഏകദേശം വലിയ സ്ട്രോബെറിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം സീസൺ അല്ല. എപ്പോഴാണ് സീസൺ? വീഡിയോ എടുക്കുന്ന കുഴപ്പമുണ്ടോ? അല്ല ചേച്ചി വീഡിയോ എടുക്കുന്ന കുഴപ്പമുണ്ടോ? ആ ഡിസംബറിലാണോ സീസൺ? ആ പിന്നെ ഇതെങ്ങനെ? ആ ആ അപ്പം ഇപ്പം സീസൺ അല്ല. പിന്നെ ഇതൊക്കെ ഓരോ ടൈമിൽ ആവണതാണ്. എത്രയും മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് അതുവരെ, ബാക്കി ഒന്നും ആയിട്ടില്ല. സീസൺ അല്ല ഇപ്പം. ചേച്ചിയാണ് അവിടെ നടത്തണം? സ്റ്റാഫാണ്. ഓണർ വേറെയാണ്. ആ ചേച്ചിയുടെ പേരെന്തോന്നും? ഒരു ഹായ് പറ. ഇത് യൂട്യൂബിൽ വരുമോ? ഓട്ടാന്നാ? ഓക്കെ. സ്ട്രോബെറിയാ? സ്ട്രോബെറി വേണ്ട. ജാമൊക്കെ എത്ര? 100. ആ ജാമൊക്കെ 100 രൂപയാണ് ഗൈസ്. ആ ചേച്ചിക്ക് നാണമാണ്, യൂട്യൂബിലൊന്നും വരാൻ വലിയ താല്പര്യമില്ല. എന്തായാലും ചോദിച്ചിട്ട് എടുത്തതാണ്. എന്തായാലും നമുക്ക് നോക്കാം. ജാമ് നമ്മൾ അപ്പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ചേച്ചി ചോദിച്ച സ്ഥിതിക്ക് വേറെ വാങ്ങിക്കാൻ പൈസ ഇല്ല. ഇനിയിപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചോണ്ട് വേറെ വാങ്ങിക്കണോ വേണ്ടേ ചോദിച്ചും പോയല്ലോ, പണിപാളി. എന്തെങ്കിലും പറഞ്ഞ് പയ്യ അങ്ങ് പോവാല്ലേ, വേറെ പൈസ ഒന്നും ഇല്ല ഗൈസ്. ചേച്ചിയെടുത്തൊരു ബൈ പറഞ്ഞിട്ട് അങ്ങ് പോവാം. ചേച്ചി പോട്ടാ. ഓക്കെ ബൈ. ഓക്കെ ഡിസംബറിലല്ലേ? ആ ഓക്കെ ഗൈസ്. അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങി.